ഞാൻ പഴയ നിയമം അധികം വായിച്ചിട്ടില്ല. കാരണം അതിനകത്ത് ഒരുപാട് പറഞ്ഞിട്ടുള്ള മുത്തുകൾ അതിനകത്ത് കിടപ്പുണ്ട്. പക്ഷേ അത് പ്രതീകാത്മകമായിട്ടാണ് പലതും. ഈ ആദവും ഹവ്വായും പോലും അങ്ങനെയാണ്. അവിടെ ഒരു നന്മ തിന്മകളുടെ വൃക്ഷമല്ലേ, അതൊക്കെ പ്രതീകാത്മകമാണ്. അതിൻ്റെയൊക്കെ ആന്തരാർത്ഥം വേറെയാണ്. അതൊക്കെ യേശു എനിക്ക് മനസ്സിലാക്കി തന്നു. പക്ഷേ ആളുകൾ അങ്ങനെയല്ല ധരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് അധികം കയറിയിട്ടില്ല. പക്ഷെ അടുത്ത നാളിൽ ഈ ബൈബിളിൻ്റെ എല്ലാ അവസാനത്തിലെ പുസ്തകം ഏതാ? വെളിപാട്. ആ വെളിപാട് പുസ്തകത്തിലെ ഒരു വാക്യം എൻ്റെ മുമ്പിലേക്ക് വരിക. ഒരു വാക്യം. ബൈബിളിലെ ഏറ്റവും അവസാനത്തെ പുസ്തകം വെളിപാട്. അതിനകത്ത് ഏറ്റവും അവസാനത്തെ അധ്യായം 22-ാം അധ്യായം. അതിനകത്ത് ഏറ്റവും അവസാനത്തെ വാക്യം 17-ാം വാക്യം. ഇതൊക്കെ എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നുണ്ട്. അത് ഗുരു തരുന്നതാണ്. 17-ാം വാക്യം. പിന്നെയും 2-3 വാക്യങ്ങളും കൂടി ഉണ്ട്. അത് അതിൻ്റെ കൺക്ലൂഷനാണ്. ഈ 17-ാം വാക്യം എൻ്റെ മുമ്പിൽ വരിക അടുത്ത നാളിൽ. അതിതാണ്: മണവാളനും മണവാട്ടിയും വിളിക്കുന്നു, അല്ലെങ്കിൽ പറയുന്നു, ദാഹിക്കുന്നവൻ വരട്ടെ, ആഗ്രഹമുള്ളവൻ വരട്ടെ, ജീവൻ്റെ ജലം സൗജന്യമായി സ്വീകരിക്കട്ടെ. വായിച്ചിട്ടുണ്ടോ? ഇതാണ് ബൈബിളിലെ ഏറ്റവും അവസാനത്തെ വാക്യം. എൻ്റെ ഉള്ളിലേക്ക് വരിക ഇത്. മണവാളൻ ആരാണ് ഈ മണവാട്ടി? ഒരു വൈദികനും പുൾപിറ്റേൽ ഇത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ അടുത്ത നാളിൽ എൻ്റെ മുമ്പിലേക്ക് ഇത് എറിഞ്ഞു തന്നപ്പോഴത്തേക്കും ഒരു വലിയ കാഴ്ചപ്പാട് എനിക്ക് കിട്ടി. മണവാളൻ എന്ന് പറയുന്നത് പരമാത്മാവ്, ദൈവം. മണവാട്ടി ഈ സൃഷ്ടി മുഴുവൻ. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടിജാലവും സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും എന്നും പറഞ്ഞൊരു ശ്ലോകമുണ്ട്. നാരായണ ഗുരു എഴുതിയ. സൃഷ്ടാവും സൃഷ്ടിയും സൃഷ്ടവസ്തുക്കളും എല്ലാം നീ തന്നെ ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഈ വാക്യം, മണവാളൻ ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാം കേന്ദ്രമായ ആ ശക്തി ചൈതന്യം. ഇത് രൂപമല്ല, അതിനൊരു രൂപമില്ല. ഉണ്ടോ? അല്ല. മനുഷ്യനാണ് മനുഷ്യനായിട്ട് കാണുന്നത്. ആ ശക്തി ചൈതന്യം, അതാണ് മണവാളൻ. മണവാട്ടി സൃഷ്ടിക്കപ്പെട്ടതെല്ലാം ചേർന്ന ഈ യൂണിവേഴ്സ്, ഈ പ്രപഞ്ചം, മണവാട്ടി. അതിന് ഞാൻ പേര് കൊടുക്കും പ്രപഞ്ചമാതാവ്. എൻ്റെ അമ്മയാണ് പ്രപഞ്ചമാതാവ്. ഈ പ്രപഞ്ചമാതാവും പ്രപഞ്ചപിതാവും മാടി വിളിക്കുകയാണ് എല്ലാവരെയും, വരൂ, സ്വീകരിക്കൂ. എന്ത്? ജീവൻ്റെ ജലം. എന്താണ് ജീവൻ്റെ ജലം? ഈ നിറഞ്ഞു നിൽക്കുന്നത് മുഴുവൻ ആ പരമചൈതന്യമാണ്. ആ ചൈതന്യമാണ് ഈ കാണുന്നതെല്ലാം. ആ ചൈതന്യമാണ് കാണുന്നതിലെല്ലാം. അതുകൊണ്ട് ഞാൻ പറയും, എല്ലാം ഒന്ന്, എല്ലാം ഒന്നിൽ. അത്രയേ ഉള്ളൂ. എല്ലാം ഒന്ന്, എല്ലാം ഒന്നിൽ. ഇത് തിരിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഓരോ ഇലയും ഈ ഇത് പറയുമ്പോഴൊക്കെ എൻ്റെ ഇച്ചിരി ഇത് വരും കേട്ടോ. എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞെന്ന് വരും. കാരണം ഞാനത് ആസ്വദിക്കുകയാണ്. ഈ ഓരോ ഇലയും എന്നോട് സംസാരിക്കുന്നു. ഓരോ കിളിയും എന്നോട് സംസാരിക്കുന്നു. ഞാൻ അവരെ സ്നേഹിക്കുന്നു. ഇതൊക്കെ തിരിച്ചറിഞ്ഞപ്പോൾ എനിക്കൊരു ഉറുമ്പിനെ പോലും ദ്രോഹിക്കാൻ പറ്റില്ല. ആ ഉറുമ്പ് ആരാ? തമ്പുരാൻ്റെ ഭാഗമാണത്. ആ ചൈതന്യം. എനിക്കതിന് ജീവൻ കൊടുക്കാൻ പറ്റുമോ? എനിക്കതിനെ കൊല്ലാൻ പറ്റും അല്ലേ? അത് ജീവനാണ്, അത് ചൈതന്യമാണ്. ആ പരമ ചൈതന്യത്തിൻ്റെ ഭാഗമാണത്. അതറിഞ്ഞു കഴിഞ്ഞപ്പോൾ, തിരിച്ചറിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ശവം തിന്നാൻ പറ്റില്ല. അങ്ങനെ ശവമെല്ലാം ഉപേക്ഷിച്ചു. അതെല്ലാം നെഗറ്റീവ് എനർജിയാണെന്ന് എനിക്ക് മനസ്സിലായി. ക്ലാസ് എടുക്കുമ്പോഴേ ഉള്ളിൽ തട്ടി എന്തെങ്കിലും വരുമ്പോഴത് എന്നെ ടച്ച്. ഞാനത് കണ്ടുകൊണ്ടാണ് പറയുന്നത്, ഞാൻ വെറുതെ പറയല്ല. അപ്പോഴേ അത് കാണുക ഞാനതെല്ലാം. അപ്പോൾ എന്നെ ടച്ച് ചെയ്യും. അപ്പം അങ്ങനെ ആ പരമസത്യം തിരിച്ചറിഞ്ഞപ്പോഴേ എൻ്റെ അമ്മ ഈ കാണുന്ന പ്രപഞ്ചം, എൻ്റെ ദേവാലയം ഈ പ്രകൃതി അല്ലേ, ദേവാലയം. അതുകൊണ്ട് 3:30 എഴുന്നേൽക്കും. ബ്രഹ്മമുഹൂർത്തം എന്നാണ് പറയുന്നത്. അപ്പോൾ എഴുന്നേറ്റാൽ ആ സൂര്യോദയം പൂർണ്ണമാകുന്നത് വരെ ഞാൻ അനുഭവിക്കുന്ന ആനന്ദം, ഈ പ്രപഞ്ച സത്ത, അത് മുഴുവൻ എടുക്കുക. അത് മുഴുവൻ എടുക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് അറിയാവുന്ന രീതിയിൽ കേട്ടോ. കാരണം ചെറുപ്പം മുതൽ ഇതൊന്നും പഠിച്ചില്ലല്ലോ.
അതുകൊണ്ട് ശരിക്കും നമുക്ക് നമ്മുടെ കോൺസെൻട്രേഷൻ വേണം അല്ലേ, നല്ല കോൺസെൻട്രേഷൻ, എങ്കിലേ അതിൻ്റെ ഫലം അനുഭവിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഞാനിപ്പോൾ ഇത് അനുഭവിക്കുന്നു കേട്ടോ. അപ്പോൾ പ്രകൃതിയെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ പ്രകൃതി എന്നെ സ്നേഹിക്കുന്നു, ഞാൻ അനുഭവിക്കുന്നു. എവിടെ പോവുകയാണേലും അപ്പോൾ ആ യാത്രയിലെല്ലാം ഏതോ അദൃശ്യശക്തി കൂടെയുണ്ട്, ഇങ്ങനെ കൊണ്ടു നടക്കുന്ന അനുഭവം. ഞാനിപ്പോൾ ഇവിടെയായിരിക്കുന്നതും നമ്മൾ ഇതാ ഇങ്ങനെ മുഖാമുഖം ഇരിക്കുന്നതും ഒക്കെ ആ പ്രകൃതിനാഥൻ്റെ ഒരു നിശ്ചയമാണ് കേട്ടോ, ഒരു നിശ്ചയമാണ്. തീർച്ചയായിട്ടും അങ്ങ് ഇത്രയും പറയുമ്പോൾ, അതായത് പ്രകൃതിയുമായി അങ്ങയുടെ ആ ഒരു ആസ്വാദനം എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഈ സംസാരത്തിൻ്റെ വൈകാരിക തലം കാണുമ്പോൾ അത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത്രത്തോളം ഒരു സാധാരണ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ക്രിസ്തീയ സമൂഹത്തിനകത്ത് നിന്നിട്ട് ആ ഒരു ബൈബിളിൻ്റെ ചട്ടക്കൂടൊക്കെ മതം പഠിപ്പിക്കുന്ന ആ ഒരു നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി വച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല. കാര്യം അവർക്കിതിപ്പോൾ അങ്ങ് പറഞ്ഞു, അങ്ങ് ഒരുപാട് അമ്പലങ്ങളിലൊക്കെ പോയി. അപ്പോൾ സാധാരണ ഒരു മനുഷ്യന് മതത്തിൽ നിന്ന് പെട്ടെന്ന് ഇതിലോട്ട് വരാൻ ഒരു പേടി കാണും. കാര്യം മതം കുറേ നിയമങ്ങളും ചട്ടക്കൂടിനകത്താണ് ഈ ജനങ്ങളെ പിടിച്ച് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അവർക്കും ശരിക്കും അവരെ ആസ്വദിക്കാനുള്ള, അതായത് ഇത്രയും ഡെപ്തിൽ അങ്ങ് ആസ്വദിച്ചത് കൊണ്ടാണ് ഈ കണ്ണുനീരങ്ങക്ക് ആ ഒരു ആസ്വാദനത്തിൻ്റെ ഡെപ്തിലോട്ട് അത്രയും അങ്ങ് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് മറ്റുള്ളവർക്ക് എങ്ങനെ നമുക്ക് പറഞ്ഞു കൊടുക്കാം? അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ക്രിസ്തീയ, ഇപ്പം അങ്ങ് പറഞ്ഞ കത്തോലിക്ക സഭയിലായിരുന്നു, അപ്പോൾ കൂടെ ഉള്ള ബന്ധുക്കളായാലും വീട്ടുകാരായാലും അവർക്ക് എങ്ങനെ ഇത് മനസ്സിലാക്കി കൊടുക്കാമെന്നാണ് നമ്മളിപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത്. മതപരമല്ലാത്ത രീതിയിൽ ശരിക്കുള്ള ആത്മീയതയിലേക്ക് ഒരു വ്യക്തി എങ്ങനെ കൊണ്ടുവരാമെന്നാണ് അങ്ങയുടെ കാഴ്ച? 2-3 കൊല്ലം മുമ്പ് വരെ യോഗ ക്ലാസ്സുകൾ പഠിപ്പിക്കാൻ പോകുമായിരുന്നു. അതിൽ ഈ കട്ടപ്പന എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വൈദികൻ 10-16 അനാഥാലയങ്ങൾ നടത്തുന്നുണ്ട്. അദ്ദേഹമായിട്ട് ഞാൻ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എന്നെ മനസ്സിലായി. അദ്ദേഹം തന്നെ സ്ഥാപിച്ചൊരു കോൺഗ്രിഗേഷനുണ്ട്. അദ്ദേഹം ആ കോൺഗ്രിഗേഷനിൽപ്പെട്ട മുഴുവൻ സിസ്റ്റേഴ്സിനെ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. ആലോചിച്ച് നോക്കുക, ഞാൻ അവരുടെ മുമ്പിൽ ആരുമല്ല, ഒന്നുമല്ല, ഒട്ടപൂജ്യമാണ്. പക്ഷേ ആ സിസ്റ്റേഴ്സിനെ എല്ലാം എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് അവർക്ക് ഞാൻ ഈ യോഗ പഠിപ്പിച്ചു. യോഗയിലൂടെ യഥാർത്ഥ സത്യം എന്താണെന്നൊക്കെ അവർക്ക് കേൾപ്പിച്ചു. അവരുടേതായ ചട്ടക്കൂട്ടിൽ നിന്ന് പഠിച്ചു വന്നവരാ. പക്ഷേ ഇത് ഞാൻ അവരോട് പറഞ്ഞു. പക്ഷേ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, നമ്മൾ ഒരു ഘട്ടം മുതൽ നമ്മൾ പല തലങ്ങളിൽ കണ്ടീഷൻ ചെയ്യപ്പെട്ട് വെച്ചിരിക്കുക, പലതും പ്രോഗ്രാം ചെയ്യപ്പെട്ട് വെച്ചിരിക്കുക. ആ പ്രോഗ്രാം ചെയ്യപ്പെട്ട് വെച്ചവയിൽ നിന്ന് അകലുക എന്നുള്ളത് വലിയ പാടാണ്. അതിന് വലിയൊരു വിളി തന്നെ കിട്ടണം. ഒരു ഉദാഹരണം, ഇപ്പോൾ വർഷങ്ങളായിട്ട് എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ കുട്ടികൾക്കും എൻ്റെ ബന്ധുക്കൾക്കും ഒക്കെ എന്നെ കണ്ടുകൊണ്ടിരിക്കുക അവർ. പക്ഷേ അവർക്ക് എൻ്റെ മാർഗത്തിലൂടെ ചരിക്കാൻ പറ്റുന്നില്ല. ഞാൻ അവരെ ആരെയും നിർബന്ധിക്കാറുമില്ല. എൻ്റെ ഭയമാണ് അവർക്ക് ബൈബിള് പഠിപ്പിച്ച കുറേ നിയമങ്ങളുണ്ട്. അത് മാത്രം. അതിന്ന് ആദ്യമൊക്കെ വിചാരിച്ചു പപ്പായ്ക്ക് എന്തോ പറ്റി. പക്ഷെ ഇപ്പോൾ അവർക്ക് അറിയാം. കാരണം എൻ്റെ ജീവിത ശൈലിയും എൻ്റെ വെളുപ്പിന് എഴുന്നേപ്പും എൻ്റെ ധ്യാനമൊക്കെ അവർ കാണുന്നില്ലേലും അവർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ഭക്ഷണ രീതിയൊക്കെ. അത് തന്നെയല്ല, അവർ പറയുന്നു എന്തോ ഒരു പ്രകാശവും കാണുന്നെന്ന്. എനിക്കറിയത്തില്ല. പക്ഷേ അവർക്ക് അവരുടെ റൂട്ടിൽ നിന്ന് തിരിയാൻ പറ്റുന്നില്ല. എന്താ കാരണം? അതുപോലെയാണ് പള്ളികളിൽ അവരെ പ്രോഗ്രാം ചെയ്യപ്പെട്ട് വെച്ചിരിക്കുന്നത്. ഇത് ചെയ്തില്ലെങ്കിൽ നരകത്ത് പോകും, പിന്നെ ഞാനെന്ന് പറഞ്ഞു വരുന്നവൻ ആൻറ്റി ക്രൈസ്റ്റ് ആയിരിക്കും. അപ്പോൾ സത്യമായ കാര്യത്തെ, ഈ സത്യം എന്ന് പറയുന്ന ആ സംഭവം കള്ളമാണ്, അത് പിന്നീട് നിങ്ങൾക്ക് ദോഷം ചെയ്യും, ആൻറ്റി ക്രൈസ്റ്റ് ആണത്. അതായത് സത്യത്തെ അവരുടെ മുമ്പിൽ ആൻറ്റി ക്രൈസ്റ്റ് ആയിട്ട് വെച്ചേക്കുക. അപ്പൊ അതിൽ നിന്ന് പൊട്ടിച്ചു വരാൻ, അല്ലെങ്കിൽ പൈശാചികമാണ്. അതെ, അതിന് വേണമെങ്കിൽ നമ്മളിത് പറയുമ്പോ അയ്യോ ഇത് ആൻറ്റി ക്രൈസ്റ്റ് ആണ്, അതിന് ബൈബിളിൽ നിന്ന് വേണമെങ്കിൽ കോട്ട് ചെയ്യും. ബൈബിളിൽ നിന്ന് കോട്ട് ചെയ്യാൻ അതിനും ഉണ്ട്. ഏതാ നെഗറ്റീവായിട്ടുള്ളതിനും കോട്ട് ചെയ്യാനുണ്ട്. അവസാന കാലത്ത് അവരിങ്ങനെ പല വേഷത്തിൽ വരുമില്ലേ അതൊക്കെ. അപ്പം അതുകൊണ്ട് ആരോടും പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകില്ല, പറയാനും പറ്റില്ല. ഇപ്പം സാധാരണക്കാരൻ ആരെങ്കിലും ഇപ്പം എൻ്റെ മുമ്പിൽ വരിക, അവരോട് ഒന്നും പങ്കുവയ്ക്കാൻ പറ്റില്ല. അവർ നല്ല ഭക്തരായിരിക്കും, ഈശ്വരഭക്തരായിരിക്കും, എന്നും പള്ളിയിൽ പോകുന്നവരാണ്. അവരെ സംബന്ധിച്ച് ആ കുർബാനയും കുമ്പസാരവും മാത്രമാണ് പ്രധാനം. അത് പള്ളിയിൽ നിന്ന് ഇറങ്ങിക്കഴിയുന്നവരേ ഉള്ളൂ. പള്ളിയിൽ നിന്ന് ഞാനിപ്പോൾ പല ആർട്ടിക്കിൾ പോലെ ഫേസ്ബുക്കിലൊക്കെ ഇടാറുണ്ട് ഇതൊക്കെ. അതായത് ഇങ്ങനെ ഈ ഉള്ള കപട നാടകങ്ങൾ, അവരാരും കപടരല്ല കേട്ടോ, ദൈവത്തിൻ്റെ നല്ല മക്കളാണ് അവർ. കാരണം അവർ സത്യം അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. അവരാ അറിഞ്ഞ് അതിൽ
അവർ മുഴുകി ജീവിക്കുന്നു. അപ്പോൾ അവർ മാലാഖ കുഞ്ഞുങ്ങൾ തന്നെയാണ്. പക്ഷേ സ്വർഗരാജ്യം ഇവിടെയാണ് എന്ന് ഗുരു പറഞ്ഞു ഇല്ലേ, നിങ്ങളിലാണ് എന്ന് പറഞ്ഞു. ഞാൻ കണ്ടത് ഇതാണ്. അദ്ദേഹത്തിൻ്റെ പരസ്യജീവിതം ആരംഭിച്ചപ്പോൾ ആദ്യമായിട്ട് ഒരു നയപ്രഖ്യാപന പ്രസംഗം പോലെ നടത്തിയ ആദ്യ വാക്യം ബൈബിളിലേത് ഇതാണ്: സ്വർഗരാജ്യം നിന്നിൽ തന്നെയാണെന്ന്, നിൻ്റെ സമീപത്ത് തന്നെയാണെന്ന, മാനസാന്തരപ്പെടുവിൻ. അപ്പോഴും അവർ ചിന്തിച്ചിരിക്കുന്നത് എന്താ, കത്തോലിക്കരൊക്കെ വിചാരിക്കുന്നത് മാനസാന്തരപ്പെടുവിൻ എന്തിനാ, ഇത് അനുഭവിക്കാൻ. അതിൻ്റെ അർത്ഥം മാനസാന്തരം കുമ്പസാരിക്കണം, കുമ്പസാരിക്കണം ചെന്ന്. അപ്പോൾ ഇതൊക്കെ നീ ഇപ്പോൾ പോകുന്ന റൂട്ട്, നീ മനസ്സിൽ കൊണ്ട് നടക്കുന്ന നിൻ്റെ വിശ്വാസങ്ങൾ, ബോധ്യങ്ങൾ, അതൊന്ന് ഒന്ന് തിരിഞ്ഞ് നടക്ക്. ഇതാ വഴി, നീ ഇപ്പോൾ പോകുന്ന ഇതിലെയാ, പോകേണ്ട വഴി ഇതാ മാനസാന്തരം. ഇതൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. അങ്ങനെ വരുമ്പോഴേ ഈ ധൂർത്തപുത്രൻ്റെ കഥ അതിതാണ് വാസ്തവത്തിൽ. ഇത് പറയുമ്പോഴും എൻ്റെ കണ്ണ് നിറയും. ധൂർത്തപുത്രൻ നോക്കൂ, എല്ലാ സുഖം അനുഭവിച്ച, യഥാർത്ഥ ഈ ഈശ്വര സാന്നിധ്യം അനുഭവിച്ച ഒരു മനുഷ്യൻ്റെ കഥയാണ്. ഈശ്വര സാന്നിധ്യം അനുഭവിക്കുന്നു, പക്ഷേ ഒരു സുപ്രഭാതത്തിൽ അതിനും അപ്പുറത്തെന്തോ ഒന്ന് ചിന്തിച്ച് പോകുന്ന എൻ്റെ മനസ്സിൻ്റെ പ്രവർത്തനമാണ് കാണിക്കുന്നത്. അങ്ങനെ പോകണോ, നീ പൊയ്ക്കോ കണ്ടോ, അതാണ് ഈശ്വരൻ. ദൈവം സ്നേഹമാണ് അല്ലേ, നിനക്കങ്ങനെ പൊയ്ക്കോളൂ. പക്ഷേ ആ ദൈവത്തിൻ്റെ പിന്നാലെയുണ്ട് എപ്പോഴും. പക്ഷേ എപ്പോൾ അവൻ ആ പ്രകാശത്തിൽ നിന്ന് പുറംതിരിഞ്ഞോ, ആ നിമിഷം അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് നിഴല, ഇരുട്ട. എത്രത്തോളം ദൂരം അവൻ പൊയ്ക്കൊണ്ടിരുന്നോ അത്രത്തോളം ഈ നിഴലിൻ്റെ വലിപ്പം വർദ്ധിച്ചു. അവൻ കൂരിരുട്ടിലായി. ഇതാണ് ധൂർത്തപുത്രൻ്റെ കഥ. പക്ഷേ ഒരു നാളിൽ അവൻ്റെ മനസ്സിനൊരു മാറ്റം വരികയാണ് അല്ലേ. ഞാൻ ഇവിടെ കിടക്കേണ്ട ആളല്ല, ഒന്ന് തിരിഞ്ഞുള്ളൂ, അതേ പ്രകാശം അല്ലേ കാണുക. അപ്പം നിഴലെവിടെ, അവൻ്റെ പുറകിലായി. പ്രകാശം അവൻ കാണുന്നത്. അവൻ പടഞ്ഞെഴുന്നേറ്റ് നടക്കുക അവിടുന്ന്. അവൻ നടന്ന് അടുത്തെത്തുമ്പോൾ എന്ത് വിചാരിക്കും, എൻ്റെ അപ്പച്ചൻ ഞാൻ വിചാരിച്ചുകൊണ്ടാണ് പോകുന്നത്. പക്ഷേ ദൂരെ നിന്ന് നോക്കിയിരിക്കുക അപ്പച്ചനില്ലേ, അവൻ്റെ വരവ്. അവൻ ഗേറ്റിലെത്തിയേ ഉള്ളൂ, ഓടിയെത്തുന്ന പിതാവ്, വാരി എടുത്തുകൊണ്ട് പോകുന്ന പിതാവ്, ഇതാ ദൈവം. അപ്പോൾ അതൊക്കെ പങ്കുവയ്ക്കുമ്പോഴേ, അതൊക്കെ തിരിച്ചറിഞ്ഞപ്പോഴേ, അതാണ് ഈശ്വരൻ, ദൈവം സ്നേഹം അല്ലേ. അവൻ്റെ ഓരോ ചുവടുവയ്പ്പും കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവം. ആ ദൈവത്തെ തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ആനന്ദിച്ച് നടക്കുന്നു. ദുഃഖങ്ങളും പ്രതികൂല സാഹചര്യങ്ങളൊക്കെ വരും, പുറകെയല്ലേ വരും, ഇത് നമ്മളെ ബാധിക്കുന്നില്ല. ഇപ്പോൾ ഏറ്റവും ദുഃഖിച്ച് ഞാൻ ഇരിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോഴ്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് യാതൊരു ദുഃഖവും ഇല്ല. എൻ്റെ ഒരു കൊച്ചു ഭീകരമായ രോഗത്തിലെപ്പോഴും ഇളയ മോള് മാലാഖ കുഞ്ഞാവൾ, അവൾക്ക് ഉത്കണ്ഠയില്ല. കാരണം അവൾ ഭയങ്കര ദൈവഭക്തയാണ്, പള്ളിഭക്തയാണ്, ക്രിസ്തു ഭക്തയാണ്. അത് മതി. പക്ഷേ ഈ ആഴത്തിൽ അറിയത്തില്ലെന്നേ ഉള്ളൂ. പക്ഷേ അറിയുമെന്നെങ്കിലും ഞാനിപ്പോൾ എൻ്റെ ഗുരുവിനോട് പറയാറുണ്ട്, ആ മകളുടെ ഈ രോഗം മാറി യഥാർത്ഥ സുവിശേഷം ലോകത്തിന് കൊടുക്കുന്നവളാകണം അവൾ. സുവിശേഷം, സദ്വാർത്ത, അതിന്ന് കൊടുക്കുന്നവരില്ല, വളരെ കുറവ്. സദ്വാർത്ത ലോകത്തിന് കൊടുക്കണം. എൻ്റെ ആഗ്രഹം അതാണ്. എൻ്റെ ഗുരു 30-ാമത്തെ വയസ്സിൽ ഇറങ്ങിയെങ്കിൽ 90-ാമത്തെ വയസ്സിൽ പരസ്യജീവിതത്തിന് ഞാൻ ഇറങ്ങും. ഞാൻ അറിഞ്ഞതിനെ ഉറക്കെ പറയും, അതിന് വേദിയുണ്ടായാൽ.